കൂടുതൽ വെട്ടമുള്ള ഈസ്റ്റർ ആശംസകൾ. 2010 ഹെവൻ ഈസ് ഫോർ റിയൽ എന്ന് പറഞ്ഞിട്ട് ബുക്ക് പബ്ലിഷ് ചെയ്തു. പാസ്റ്റർ ടോഡ് ബർഫോയാണത് എഴുതിയത്. US ക്രോസ് റോഡ്സ് വെസ്ലിൻ ചേർച്ചിലെ പാസ്റ്ററാണ് ഈ ടോഡ് ബർഫോ. അദ്ദേഹത്തിൻ്റെ 4 വയസ്സുള്ള മകൻ കോൾട്ടൻ ഉണ്ടായിരുന്നൊരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, അവൻ സ്വർഗത്തിൽ പോയത്, അതിനെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. 2010 ഈ ബുക്ക് പബ്ലിഷ് ചെയ്തു. 2014 ഇതേ പേരിൽ ഹെവൻ ഈസ് ഫോർ റിയൽ, ശരിക്കും സ്വർഗം ഉണ്ടെന്ന പേരിൽ ഒരു സിനിമയും കൂടി ഇറങ്ങിയിട്ടുണ്ട്. ഈ ടോഡ് ബർഫോയുടെ ഫാമിലി ഒരു ഹാപ്പി ഫാമിലിയാണ്. വൈഫുണ്ട്, 2 കുട്ടികളുണ്ട്. മൂത്തത് കാസി എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്, രണ്ടാമത് 4 വയസ്സുള്ള കോൾട്ടനാണ്. ഇവർക്ക് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് ഈ പാസ്റ്ററിന് ചില ആക്സിഡൻറ്റ്സ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളൊക്കെ ഉണ്ട്. ഒരു ദിവസം ഒരു യാത്ര കഴിഞ്ഞിട്ട് ഒരു ഔട്ടിങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും 4 വയസ്സുള്ള മകൻ കോൾട്ടന് പനി വരുന്നു. 4 ദിവസമായിട്ട് പനി മാറുന്നില്ല. പിന്നെ അവൻ കൊളാപ്സ്ഡ് ആകുന്നു. അവനെ ആശുപത്രിയിൽ കൊണ്ടുപോവാണ്. അവിടെ ചെന്ന് മനസ്സിലായി അപ്പൻഡിസൈറ്റിസ് ഉണ്ട്, അത് റപ്ചേർഡായി, കോംപ്ലിക്കേറ്റഡ് ആണ്, സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൻ അമ്മയൊക്കെ ഭയങ്കര ടെൻഷനായി. ഒരു ചേർച്ചിൽ വിളിച്ചു പറയുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് അപ്പൻ പള്ളിയിൽ ഇരുന്നിട്ട് അപ്പം പറയുന്നുണ്ട്, എനിക്ക് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് കുറച്ച് ആക്സിഡൻസൊക്കെ വന്നു, അതൊന്നും എനിക്കൊരു വിഷയമില്ല, പക്ഷെ നീ എൻ്റെ മകനെ തൊട്ടു. എന്നിട്ട് ദൈവത്തോട് എല്ലുകയാണ്. പിന്നെ ഇയാൾ ഒറ്റയ്ക്കാണ് ഈ പള്ളിയിൽ, ഇയാൾ ഒച്ചയെടുക്കുകയാണ് ദൈവത്തോട്, സങ്കടവും ദേഷ്യമൊക്കെ വന്നിട്ട് ഒച്ചയെടുക്കുകയാണ്. അതേസമയത്ത് അപ്പുറത്ത് അമ്മ അവിടെ സുഹൃത്തുക്കൾ വിളിച്ചുകൊണ്ടിരിക്കുക, കാരണം ഹോസ്പിറ്റലിൻ്റെ ബില്ല് പേ ചെയ്യണം, പൈസയില്ല. എന്തോ വലിയൊരു അത്ഭുത സംഭവമൊക്കെയാണ്. ഇവൻ തിരിച്ചു വരാണ്, കോൾട്ടൻ തിരിച്ചു വരാണ്. എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി, എല്ലാവരും ഭയങ്കര സന്തോഷമായി. ഒരു ദിവസം ഈ 4 വയസ്സുള്ള കോൾട്ടൻ അപ്പനോട് പറയാണ്, അപ്പോൾ അവർ വീട്ടിലിങ്ങനെ ചർച്ച അടക്കുകയാണ്, എന്നെ ഹോസ്പിറ്റലിൽ ബില്ല് പേ ചെയ്തിട്ടില്ല, പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പേ ചെയ്യാത്തത്. അപ്പോൾ അപ്പനോട് പോകുമ്പോൾ എന്ന് പറയും, ഡോക്ടറിന് പൈസ കൊടുക്കണോട്ട് അപ്പ എന്ന് പറയും. അപ്പോൾ അപ്പം പറയും, കൊടുക്കാമെന്ന് നീ അങ്ങനെ പറഞ്ഞെന്താ? അപ്പോൾ അവൻ പറയും, അപ്പോൾ ഞാൻ കണ്ടു ഡോക്ടർ കുറേ കഷ്ടപ്പെട്ടു എനിക്ക് വേണ്ടി. എന്നിട്ട് അവൻ പറഞ്ഞിങ്ങനെയാണ്, ഞാൻ മോളിൽ നിന്നെല്ലാം കണ്ടപ്പോൾ എൻ്റെ ബോഡി ഇങ്ങനെ സർജറി ടേബിളിൽ വെച്ചിരിക്കുന്നു, ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു, തൊട്ട് ഇപ്പുറത്തെ പള്ളിയിൽ അപ്പൻ ദൈവത്തോട് ഒച്ചപ്പാടുണ്ടാക്കണ്, ഇപ്പുറത്തെ മുറിയിൽ അമ്മ ഇങ്ങനെ ഫ്രണ്ട്സിനെ വിളിച്ച് പൈസ ചോദിക്കുന്നു, ഇതൊക്കെ ഞാൻ കണ്ടപ്പോൾ എന്ന് പറയും. അപ്പോൾ ഇയാൾക്ക് അത്ഭുതമാണ്. ഇയാൾ ചോദിക്കും, വേറെ എന്തൊക്കെ കണ്ട്? ഞാൻ സ്വർഗം കണ്ടപ്പോൾ സ്വർഗത്തിൽ ഞാൻ ഈശോയെ കണ്ട്, ഈശോന് ഒരു വെള്ള കുതിരയുണ്ട്. അപ്പോൾ ഇയാൾ ഉടനെ തന്നെ ഒരു പ്രൊഫഷണൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോവുകയാണ്. എന്നിട്ട് സംസാരിക്കണം, മകൻ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സൈക്കാട്രിസ്റ്റ് പറയും, ഇത് സ്വാഭാവികമാണ്, ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ അങ്ങനെ സംഭവിക്കും, അലൂസിനേഷൻസ് ഉണ്ടാവും. അപ്പം മക്കളിങ്ങനെ അവരുടെ വിശ്വാസത്തിലുള്ള ആൾക്കാരൊക്കെ കാണും, അത് സ്വാഭാവികമാണ്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് അലൂസിനേഷനാണെന്ന് പറഞ്ഞ് മനുഷ്യൻ തിരിച്ചു വരുന്നുണ്ട്. ഒരു ദിവസം അപ്പനിങ്ങനെ ഇരിക്കുമ്പോഴേക്കും അവൻ പറയുന്നു, ഈ കോൾട്ടൻ പറയുന്നു, അപ്പൻ്റെ ഗ്രാൻഡ് ഫാദർ ഞാൻ സ്വർഗത്തിൽ കണ്ടു എന്ന് പറയും. അപ്പോൾ ആൾക്കാർ കൗതുകവും. ഇയാളത് ഉടനെ തന്നെ അപ്പൂപ്പൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കണം, പ്രായമായ ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. ഇതാണോ ഇയാളെയാണോ കണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ കോൾട്ടൻ പറയും, ഇല്ല ഇയാളെ അല്ല കണ്ടത്, ശരിക്കും നോക്കിയാൽ ഇല്ല ഇയാളെ അല്ല കണ്ടത്, ഞാൻ കണ്ടത് കുറച്ചും കൂടി ചെറുപ്പമായിട്ടൊരാളെയാണ് കണ്ടതെന്ന് പറയും. ഈ മനുഷ്യൻ ഉടനെ സ്റ്റോർ റൂമിൽ കയറി പഴയ ആൽബംസൊക്കെ എടുത്തിട്ട് അപ്പൂപ്പൻ്റെ ചെറുപ്പത്തിലുള്ളൊരു ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ്. അത് കാണിക്കുമ്പോഴേക്കും അവൻ പറയും, അതിൽ 3-4 പേരുണ്ട്, പക്ഷേ കൃത്യമായിട്ട് ഇവൻ അപ്പൂപ്പനെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ഇയാൾക്ക് അത്ഭുതവും, കാരണം ഇവൻ മരിക്കുന്നതിന് എത്രയോ വർഷം മുമ്പ് അപ്പൂപ്പൻ മരിച്ചുപോയി, പക്ഷേ അപ്പൂപ്പനെ ഇവനെ കണ്ടിട്ട് പോലുമില്ല, ഫോട്ടോയും കണ്ടിട്ടില്ല. പക്ഷെ അവൻ തിരിച്ചു. അപ്പോൾ ഇയാൾക്ക് ഉറപ്പായി ഇവൻ സ്വർഗത്തിൽ പോയിട്ടുണ്ട്. പിറ്റേ ആഴ്ചത്തെ സർവീസിൽ ഈ മനുഷ്യൻ മകൻ്റെ ഈ ഹെവൻ എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. ചേർച്ച് കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞു, മകൻ്റെ ഈ പ്രശ്നത്തിന് ശേഷം നിനക്കെന്ത് പ്രോബ്ലം ഉണ്ട്, നീ ഇങ്ങനെ കെട്ടുകഥകൾ ഉണ്ടാക്കിയ ആൾക്കാരെ പറ്റിക്കരുത്, ഹെവനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വേറെ ആൾ അന്വേഷിക്കേണ്ടി വരുമെന്ന് പറയാണ്. അപ്പോൾ ഈ വീട്ടിലത് പ്രശ്നമാണ്. വീട്ടിൽ ഭാര്യയോട് സംസാരിക്കുന്നുണ്ട്. ഭാര്യ ഒരു സമയത്ത് ഇദ്ദേഹത്തെ വഴക്ക് പറയുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഹെവനെക്കുറിച്ചൊക്കെ സംസാരിക്കും, പറയും, നിങ്ങൾ ഇവിടെ ഈ ഭൂമി ജീവിക്കുക, ഇവിടെ വീട്ടിലുള്ള കടങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ മക്കളെക്കുറിച്ച് ചിന്തിക്കുക, ഡോണ്ട് തിങ്ക് അബൌട്ട് ഹെവൻ, ഇനി ഈ പൊട്ടത്തരം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് വരല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭാര്യ ഇങ്ങനെ ഇയാളെ പിണങ്ങുന്നുണ്ട്. ഒരു ദിവസം ഭാര്യ ഇങ്ങനെ തുണി ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കോൾട്ടൻ വന്നിട്ട് പറയും, അമ്മേ എനിക്കൊരു സിസ്റ്റർ ഉണ്ടല്ലേ? അപ്പോൾ അമ്മ പറയാം, നിനക്കൊരു സിസ്റ്റർ ഉണ്ട്, പക്ഷേ എനിക്കത് അറിയില്ലായിരുന്നു അമ്മേ. നിനക്കറിയില്ലേ കാസി നിൻ്റെ സിസ്റ്ററാണെന്ന്? കാസിയല്ല അമ്മേ, എനിക്ക് വേറൊരു സിസ്റ്റർ ഉണ്ടെന്ന് എനിക്കറിയാം, അമ്മയുടെ വയറ്റിൽ വെച്ച് മരിച്ചു, വേറൊരു സിസ്റ്റർ ഉണ്ടെന്ന് എനിക്കറിയാം. തുണി മടക്കലൊക്കെ നിർത്തിയിട്ട് ഇവളിങ്ങനെ അത്ഭുതത്തോടുകൂടി ഇവനെ നോക്കാണ്.
അപ്പോൾ അവൻ പറയും, ഞാൻ ആ സ്വർഗത്തിൽ ഈ സിസ്റ്ററിനെ കണ്ടമ്മ, ആ സിസ്റ്ററിനെ കുറേ നേരം ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്നു. അപ്പോൾ ഇരിക്കും ആ സിസ്റ്റർ എങ്ങനെ ഇരിക്കുന്നത്, കാണാൻ എങ്ങനെ ഇരിക്കുന്നത്, അത് കാസിയെപ്പോലെ തന്നെ ഉണ്ട്, പക്ഷേ കാസിയേക്കാളും കുറച്ച് ചെറുതാണ്, പൊക്കില്ല. പിന്നെ അമ്മയുടെ മുടിയാണ് അവൾക്കുള്ളതെന്ന് പറഞ്ഞു. അമ്മയുടെ മുടി അവൾക്കുള്ളത്. അപ്പോൾ ഇവരുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് അമ്മ. എന്നിട്ട് അമ്മ ചോദിക്കുന്നുണ്ട്, അവളുടെ പേരെന്താ? അതിന് പേര് നിങ്ങൾ ഇട്ടിട്ടില്ലല്ലോ. അവൾ പറഞ്ഞു, എനിക്ക് പേര് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അവനോട് പറയുന്നുണ്ട്, ഒരു മാസം ഇങ്ങനെ പ്രസവിക്കുന്ന ഒരു മാസം ഉള്ളപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഇവൾ മരിച്ചു പോകുന്നത്. ആ സമയത്ത് എനിക്കും നിൻ്റെ അപ്പനോ അറിയത്തില്ലായിരുന്നു ഇവനാണോ അവളാണോ അവനാണോ അവളാണോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞങ്ങൾ പേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഈ മകനെ അവളിങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇത് പാസ്റ്റർ ടോഡ് കാണുന്നുണ്ട്. പിറ്റേ ഞായറാഴ്ച ഈ മനുഷ്യൻ പ്രസംഗിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ വളരെ കൺഫ്യൂഷൻസിലൂടെ ഭയങ്കര പെയിനിലൂടെ കടന്നുപോയ നാളുകളാണ്. പക്ഷേ ഇന്ന് ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ദർ ഇസ് ഹെവൻ, ബിക്കോസ് ഐ ബിലീവ് ഇൻ ഇറ്റ്. എൻ്റെ മകൻ ഹെവൻ കണ്ടു. ഐ ബിലീവ് ഇൻ ഇറ്റ്. ഞാൻ ഒരു 1000-ഓളം തവണ ഇവിടെ നിന്ന് സ്വർഗത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥന ദിവസേന ചൊല്ലിയിട്ടുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കതിൻ്റെ വിശ്വാസം ഉണ്ടായില്ല. ബട്ട് ടുഡേ എനിക്ക് വളരെ ഉറപ്പോടുകൂടി പറയാൻ പറ്റും, ദർ ഇസ് ഹെവൻ. കാരണം എൻ്റെ മകൻ അത് കണ്ടു, നമ്മളൊരൊറ്റയ്ക്കല്ല. ഈ പുസ്തകം ഒരുപാട് വിറ്റഴിച്ചു പോയാൽ മില്യൺസ് ഓഫ് ആൾക്കാർക്ക് ഒരുപാട് പ്രത്യാശ നൽകിയൊരു കാര്യമാണ്. ദർ ഇസ് ഹെവൻ. ഹെവൻ എന്ന് പറയുന്നത് അതൊരു കൺസെപ്റ്റ് അല്ല. ദർ ഈസ് ഈശോയുടെ ഉയർപ്പ് നമുക്ക് നൽകുന്ന വലിയൊരു പ്രത്യാശയാണ്, വലിയൊരു വെട്ടമാണ്. ഹെവൻ ഈസ് ഫോർ റിയൽ. യഥാർത്ഥത്തിൽ സ്വർഗമുണ്ട്. ഒരമ്മയുടെ ഉള്ളിൽ 2 കുഞ്ഞുങ്ങളാണ്. അതിലൊരു കുഞ്ഞു പറഞ്ഞു, എടാ ഡു യു ബിലീവ് ഇൻ ലൈഫ് ആഫ്റ്റർ ഡെലിവറി? അപ്പം മറ്റേ കുഞ്ഞു പറഞ്ഞു, ഓഫ് കോഴ്സ്, ഇതിനപ്പുറം ഒരു ജീവിതം ഉണ്ടാവും. അപ്പോൾ അവൻ പറയും, മറ്റേ കുട്ടി പറയും, നോൺസെൻസ്, ഇതിനപ്പുറം ഒരു ജീവിതം ഉണ്ടെങ്കിൽ അതെങ്ങനെ ഇരിക്കും, എങ്ങനത്തെ ജീവിതമായിരിക്കും? അപ്പോൾ മറ്റേ കുട്ടി പറയും, അതെനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു ഇവിടത്തെക്കാളൊക്കെ കൂടുതൽ വെട്ടമുണ്ടാവും, ഇവിടത്തെക്കാളൊക്കെ കൂടുതൽ വെട്ടമുണ്ടാവും. ഒരു പക്ഷേ നമ്മൾ നമ്മുടെ കാലുകൾ കൊണ്ട് നടക്കും, നമ്മുടെ വായ കൊണ്ട് തിന്നും. അപ്പോൾ മറ്റേവൻ പറയും, റെഡിക്കുലസ്, ഇതെങ്ങനെ സംഭവിക്കുന്നത്? കാലുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റുമോ? വായു കൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുമോ? നോക്കിയിട്ട് നമ്മൾക്ക് ന്യൂട്രീഷൻസൊക്കെ കിട്ടുന്നത് അത് അമ്മയുടെ പൊക്കിൾക്കൊടിയിലൂടെയാണ്. ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. അപ്പോൾ പിന്നെ എങ്ങനെ നമുക്ക് വായു കൊണ്ട് തിന്നാൻ പറ്റുന്നത്? നീ മണ്ടത്തരൊന്നും പറയല്ലേ. മറ്റേ കുട്ടി പറയും, ഇല്ലെന്നേ, ഒരു പക്ഷേ നമുക്കിനി പുറത്ത് അങ്ങനെ ഒരു ഫിസിക്കൽ കോഡിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റും. ഓക്കെ, നീ അങ്ങനെയാണ് പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരെങ്കിലും ഇതിന് പുറത്ത് പോയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല, ആരും വന്നിട്ടില്ല. കാരണം ഇതോടുകൂടി ജീവിതം തീർന്നു. ഇതിൻ്റെ അകത്ത് ജീവിതം തീർന്ന അപ്പുറത്ത് കംപ്ലീറ്റ് ഇരുട്ടാണ്, ഒബ്ലിവിയൻ ആണ്, നത്തിങ് ഈസ് ദെയർ, ഇറ്റ് ഈസ് കംപ്ലീറ്റ് ഡാർക്ക്നെസ്. അപ്പോൾ മറ്റേ കുട്ടി പറയും, ഒരു പക്ഷെ നമുക്ക് വേണ്ടി അമ്മ പുറത്ത് കാത്തിരിപ്പുണ്ടെങ്കിലോ? അമ്മേ, അതെന്ത് സാധനമാണ്? ഞാനിവിടെ അമ്മനെ കണ്ടിട്ടൊന്നുമില്ല, ആരാണ് അമ്മ? അപ്പോൾ ആ കുട്ടി പറയും, നമ്മളൊരു പക്ഷേ അമ്മയുടെ ഉള്ളിലായിരിക്കും, നമുക്ക് ചുറ്റും ചിലപ്പോൾ അമ്മയായിരിക്കും. അമ്മയില്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ലോകമൊന്നുമില്ല, നമുക്ക് പുറത്ത് ഇങ്ങനെ അമ്മ കാത്തിരിപ്പുണ്ടാവും. ഇപ്പോൾ മറ്റവൻ പറയാണ്, അതിനുള്ളൊരു സാധ്യതയില്ല, കാരണം ഞാൻ അമ്മയെ കാണുന്നു പോലും ഇല്ലല്ലോ. അപ്പോൾ അവൻ പറയും, ഇല്ലടാ, നീ ഒന്ന് കണ്ണടച്ചേ, നീ കണ്ണടച്ചൊന്ന് ശാന്തമായി കഴിഞ്ഞാൽ അമ്മയുടെ പ്രസൻസ് എനിക്ക് തോന്നുന്നില്ലേ? അമ്മ നമ്മുടെ പേര് വിളിക്കുന്നതായിട്ട് നിനക്ക് തോന്നുന്നില്ലേ? അമ്മ നമ്മുടെ പേര് വിളിക്കുന്നുണ്ട്. നമ്മൾ അമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിലാണ്. വി ആർ ഇൻസൈഡ് ദ മദർ. ഈ ഗർഭപാത്രത്തിലെ ടോക്ക് നമുക്ക് കുറേ കൂടി പ്രത്യാശ നൽകണം. കാരണം നമ്മൾ ഈ ഭൂമിയിലൊരു ഗർഭപാത്രത്തിലാണ്. ഈ ഗർഭപാത്രത്തിൽ വി ആർ ഹാവിങ് സം പ്രിപ്പറേഷൻസ്. നമ്മളിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? ഫോർ എ ഡെലിവറി. ആൻഡ് ഡെലിവറി അതൊരു മരണമല്ല. ഡെലിവറി ഈസ് ജസ്റ്റ് എ ബിഗിനിങ്. അതൊരു തുടക്കമാണ്, സ്വർഗത്തിൻ്റെ തുടക്കമാണ്. ഈശോയുടെ ഉയർപ്പ് നമുക്ക് നൽകുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രത്യാശയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ ലോകത്ത് നമുക്ക് മരണമില്ല. ഇറ്റ്സ് ജസ്റ്റ് എ ബിഗിനിങ്, സ്വർഗത്തിൻ്റെ തുടക്കം. എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.